കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 72 ദിവസം. കുടിവെള്ള വിതരണം മുടങ്ങി 72 ദിവസം പിന്നിട്ടിട്ടും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ചാണ് കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡ് ഗ്രാമസഭയിൽ നാട്ടുകാർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ചെളിങ്ങാട് താഴ്വാരം, IHDP ഉന്നതി, LBS ഉന്നതി, പുഴയോരം എന്നീ പ്രദേശങ്ങളിൽ താമസിക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് പ്ലാക്കാർഡുകളും ഒഴിഞ്ഞ കുടങ്ങളും കൈകളിലേന്തി ഗ്രാമസഭാ വേദിയിൽ എത്തിയത്. ഗ്രാമസഭ നടക്കുന്ന മദ്രസ ഹാളിന് മുന്നിൽ പ്രതിഷേധക്കാർ മുദ്രാവാക്യം മുഴക്കി നിലയുറപ്പിച്ചതോടെ ഗ്രാമസഭ ഏറെ നേരം തടസ്സപ്പെട്ടു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ പ്രതിഷേധക്കാരുമായി സംസാരിച്ച് സമരം അവസാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ ഉറച്ച നിലപാട് സ്വീകരിക്കുകയായിരുന്നു. തുടർന്ന് മതിലകം വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരെ അടിയന്തരമായി ഗ്രാമസഭാ വേദിയിലേക്ക് വിളിച്ചു വരുത്തി. പ്രദേശത്ത് പുതിയ കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിച്ചതിന് പിന്നാലെയാണ് വിതരണം പൂർണ്ണമായും നിലച്ചതെന്ന് നാട്ടുകാർ ആരോപിച്ചു. നിരവധി തവണ പരാതി നൽകിയിട്ടും ഫലപ്രദമായ നടപടികൾ ഉണ്ടായില്ലെന്നും ഇത്രയും ദിവസമായി കടുത്ത കുടിവെള്ളക്ഷാമമാണ് അനുഭവിക്കുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു. പുതിയ പൈപ്പ് ലൈൻ ഇടുന്നതിന് വേണ്ടി 12 ദിവസം വെള്ളം സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ വാട്ടർ അതോറിറ്റിക്കാർ അന്ന് നമ്മളെ അറിയിച്ചത്. അതിനുശേഷം ഇന്നിപ്പോൾ 29 അല്ല 29 അല്ല 27ാം മാസം. ശരിക്കും പറഞ്ഞാൽ 73 ദിവസമായി ഈ പറയുന്ന താഴ്വാരം, അതോടൊപ്പം തന്നെ LBS ഉന്നതി, IHDP ഉന്നതി, പുഴയോരം ഈ ഭാഗത്തേക്കൊന്നും ഇത്ര നാളായിട്ടും വെള്ളം എത്തിയിട്ടില്ല. അതിൻ്റെ പേരിൽ കുറേ സ്ഥലത്ത് നമ്മൾ പരാതി കൊടുത്തിരുന്നു. ജില്ലാ കലക്ടർ പരാതി കൊടുത്തിരുന്നു, പിന്നെ അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിക്ക് പരാതി കൊടുത്തിരുന്നു, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്നിട്ട് അവർ പല സ്ഥലത്തും കുഴിച്ചു നോക്കി. ശരിക്കും പറഞ്ഞാൽ അവർക്ക് തന്നെ അറിയില്ല എവിടെയാണ് ഇതിൻ്റെ പ്രോബ്ലം എന്നുള്ളത്. ഇത്ര നാളായിട്ടും ഈ കഴിഞ്ഞ ആൾക്കാരെല്ലാവരും വെള്ളം കഷ്ടപ്പെടണം. 26 വർഷം വരെ, 18ാം തീയതി വരെ 26 വർഷം മുടങ്ങാതെ ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിരുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗം മൊത്തം. ഈ വാട്ടർ അതോറിറ്റിയുടെ പണി വന്നതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് 15 ദിവസം ഞങ്ങൾക്ക് അവർ അവധി തന്നു. അത് കഴിഞ്ഞിട്ട് വെള്ളം വരുന്നു പറഞ്ഞിട്ട് ഇതേവരെ ഞങ്ങൾക്ക് വെള്ളം എത്തിയിട്ടില്ല. ഞങ്ങളുടെ കോളനിയിൽ നൂല് പോലെ വെള്ളം വരുന്നുണ്ട്, മറ്റുള്ള ഭാഗങ്ങളിലേക്ക് ഒന്നും എത്തിയിട്ടില്ല. ഈ വെള്ളത്തിന് വേണ്ടി, കുടിവെള്ളത്തിന് വേണ്ടി ഞങ്ങൾ കുറച്ച് സ്ത്രീകൾ ഇറങ്ങി തിരിച്ചപ്പോൾ ആ സ്ത്രീകളുടെ വീട്ടിലേക്ക് ഭീഷണികൾ വന്നു തുടങ്ങി. പെൺമക്കളുള്ള അമ്മമാരെ സൂക്ഷിക്കുക, ഞങ്ങളുടെ സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ട് ഇപ്പോഴും വീടുകളിലേക്ക് കോളുകൾ വരുന്നുണ്ട്, മെസ്സേജുകൾ വരുന്നുണ്ട്. പ്രശ്നം പരിശോധിച്ച വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ പൈപ്പ് ലൈനിലെ തടസ്സം കണ്ടെത്തി പരിഹരിച്ചതായും ഒരാഴ്ചയ്ക്കകം ഈ പ്രദേശങ്ങളിൽ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുമെന്നും ഗ്രാമസഭയിൽ ഉറപ്പു നൽകി. അതേസമയം സ്ഥിരം വിതരണം പുനരാരംഭിക്കുന്നതുവരെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടിവെള്ളം എത്തിച്ചു നൽകാനുള്ള ക്രമീകരണം നടത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അറിയിച്ചു. നമുക്കറിയാം, ടിപ്പു സുൽത്താൻ റോഡിലെ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് തുടക്കം കുറിച്ചത്. താഴ്വാരത്തിലേക്ക് IHDP കോളനിയിലും LBS കോളനിയിലേക്കാണ് വെള്ളം കിട്ടാത്തത്. നമ്മൾ ഇപ്പോൾ ഈ മഴ ഉള്ള സമയത്ത് പോലും കളക്ടറെ ഒരു ഉത്തരവ് വന്നു, കുടിവെള്ളം കിട്ടാത്ത ഭാഗങ്ങളിലേക്ക്, കാരണം നമ്മുടെ ഹൈവേ പണി തുടങ്ങുന്ന ഭാഗങ്ങളിലേക്ക് വെള്ളം കിട്ടാത്ത സാഹചര്യത്തിൽ കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നത് നമ്മൾ കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി. പഞ്ചായത്തിൽ നിന്ന് നമ്മൾ ഇതുപോലെ തന്നെ ടെൻഡർ വെച്ചും കളഞ്ഞ് കുടിവെള്ള ടാങ്കുകളിലേക്ക് ഈ വാർഡിലും 10ാം വാർഡിലും ഒരുപാട് പ്രാവശ്യങ്ങൾ നമ്മൾ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുകയുണ്ടായി. ആയാലും ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പഞ്ചായത്തിൻ്റെ കുടിവെള്ളം നമുക്ക് കൊടുക്കും. പ്രതിഷേധം കണക്കിലെടുത്ത് കയ്പമംഗലം പോലീസും സ്ഥലത്തെത്തിയിരുന്നു.